ഹലോ, നമ്മളൊരു ഷോർട്ട് വീഡിയോ ഇട്ടുണ്ടായിരുന്നു പേപ്പർ സ്റ്റാർ ഉണ്ടാക്കുന്നത്. അതിൻ്റെ ഡീറ്റെയിൽഡ് വീഡിയോ ആണ്. അതിനായിട്ട് നമുക്ക് ആദ്യം വേണ്ടത് ഒരു കളർ പേപ്പർ, A4 സൈസ് കളർ പേപ്പർ എടുക്കുക. അത് ജസ്റ്റ് 1 സെൻറ്റിമീറ്റർ ആണ് ഞാനിവിടെ എടുത്തിട്ടുള്ളത്. 1 സെൻറ്റിമീറ്റർ വീതിയിൽ അത് നീളനെ കട്ട് ചെയ്തെടുക്കാം. കട്ട് ചെയ്തെടുത്തു കഴിഞ്ഞാൽ ഇതുപോലൊരു പീസ് കിട്ടും. ആ പീസിൻ്റെ ഏറ്റവും അറ്റത്ത് വീഡിയോ ശ്രദ്ധിച്ച് നോക്കിയിട്ട് അതേപോലെ ഒരു കെട്ടിട്ട് കൊടുക്കാം. നല്ല ടൈറ്റ് ആക്കരുത്, നല്ല ലൂസും ആക്കരുത്. ജസ്റ്റ് ആ കോർണേഴ്സൊക്കെ കറക്റ്റ് കിട്ടുന്ന പോലെ അങ്ങനെ കെട്ടിട്ട് കഴിഞ്ഞാൽ അതിൻ്റെ തുമ്പ് നേരെ ബാക്കിലേക്ക് മടക്കുക. ബാക്കി കിടക്കുന്നൊരു വാലില്ലേ, അതിനെ നേരെ ബാക്കിലേക്ക് മടക്കുക. അതിൻ്റെ ഷേപ്പ് അത് ഏത് രീതിക്കാണോ പോണത് അതേ ലെവലിൽ തന്നെ അങ്ങനെ മടക്കി കൊടുക്കുക. മടക്കുമ്പോൾ ശ്രദ്ധിക്കുക, അതിനെ പിടിച്ച് അമർത്തരുത്. അതെങ്ങനെയാണോ മടങ്ങുന്നത് അതേ രീതിക്ക് അതിനെ മടക്കി മടക്കി അതിൻ്റെ എൻഡ് വരെ നല്ല ലൂസും ഇല്ല നല്ല ടൈറ്റും ഇല്ല, ആ രീതിക്ക് അങ്ങോട്ട് കൊണ്ടെത്തിക്കണം. അത് അമർത്തി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ലാസ്റ്റ് സ്റ്റാറിനൊന്ന് പിടിച്ചമർത്തി അതിൻ്റെ ഷേപ്പ് ഒന്ന് സെറ്റാക്കി എടുക്കുമ്പോൾ അത് അവിടെ ഇവിടെയും ചുളിഞ്ഞു നിൽക്കും. അതിൻ്റെ എൻഡ് ഇതുപോലെ ബാക്കിൽ ചെറിയൊരു ഗ്യാപ്പ് ഉണ്ടാവും. ആ ഗ്യാപ്പിലേക്ക് അങ്ങോട്ട് കയറ്റി വെച്ച് കൊടുക്കുക. ഇപ്പം തന്നെ മെയിൻ പണികളൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. ഇനി സിമ്പിൾ ഒരു പരിപാടിയും കൂടിയുള്ള അതിൻ്റെ ഓരോ മൂലയ്ക്കും പിടിച്ചിട്ട് ചെറുതായി ഒന്ന് അമർത്തി കൊടുക്കുക. നന്നായി പിടിച്ചമർത്തരുത്, ചെറുതായിട്ടൊന്ന് കൈ വെച്ച് പ്രസ് ചെയ്ത് കൊടുക്കുമ്പോൾ നമ്മുടെ ഫ്ലാറ്റായി നിന്നിരുന്ന സ്റ്റാർ ചെറുതായി ഒന്ന് ബൾജ് ചെയ്ത് വന്നിട്ട് സെറ്റായി കിട്ടും. ഇനി എന്താ ഒന്നുമില്ല, വേറൊരു പേപ്പറും കൂടെ കട്ട് ചെയ്യുക. സെയിം പ്രൊസീജിയർ ഒന്നും കൂടെ നോക്കുക. സെറ്റായില്ല വെച്ചെങ്കിൽ ഇതിൽ നമുക്ക് പിടിക്കാന്നേ. കെട്ടിടുന്നു, മടക്കിയെടുക്കുന്നു, അത്രേ ഉള്ളൂ, വേറെ പണിയൊന്നുമില്ല. കെട്ടിടുമ്പോൾ വലിച്ചു കഴിഞ്ഞാൽ ആ പേപ്പറാണ് കയറും. അപ്പോൾ അത് പേപ്പറാണെന്ന് ആലോചിച്ചിട്ട് വലിച്ചോളാം. പിന്നെ പ്രസ് ചെയ്യാതെ കോർണേഴ്സ് ഒന്നും കറക്റ്റ് ആവാൻ വേണ്ടിയിട്ട് അത് പ്രസ് ചെയ്ത് കൊടുക്കേണ്ട ആവശ്യമില്ല. അത് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കതിനെ ഷേപ്പാക്കി എടുക്കാൻ പറ്റില്ല, അതുകൊണ്ടാണ്. അപ്പോൾ അത്രയ്ക്കുള്ളൂ അതിൻ്റെ മേക്കിങ്. പിന്നെ ഇത് സൈസ് മാറ്റിയിട്ടൊക്കെ ചെയ്യാട്ടോ. ഇതിപ്പോൾ 1 സെൻറ്റിമീറ്റർ വീതിയും ബാക്കി നമ്മുടെ A4ൻ്റെ സൈസ് 30 സെൻറ്റിമീറ്റർ നീളമുള്ള ഒരു പേപ്പറാണ് നമ്മൾ എടുത്തിട്ടുള്ളത്. നമുക്ക് പേപ്പറിൻ്റെ വീതിയും നീളവും കൂട്ടിയും കുറച്ചൊക്കെ എടുത്തു കഴിഞ്ഞാൽ നമുക്ക് സ്റ്റാറിൻ്റെ വലുപ്പം അതുപോലെ കൂട്ടുകയും കുറയ്ക്കുകയും ചെയ്യാം. വീതി കൂട്ടുന്നതിനനുസരിച്ച് നീളം കൂട്ടാൻ ശ്രദ്ധിക്കുക, അതുപോലെ വീതി കുറയ്ക്കുന്നതിനനുസരിച്ച് നീളവും കുറയ്ക്കുക. ഇപ്പം നമ്മൾ 1/2 സെൻറ്റിമീറ്ററാണ് വീതി എടുക്കുന്നത് വെച്ചെങ്കിൽ ആ പേപ്പറിൻ്റെ മുക്കാൽ ഭാഗം ഒരു 31 സെൻറ്റിമീറ്ററാണ് നമ്മൾ ആ 1 സെൻറ്റിമീറ്ററിന് എടുത്തതെങ്കിൽ 1/2 സെൻറ്റിമീറ്ററിന് 31 സെൻറ്റിമീറ്ററിൻ്റെ ആവശ്യമില്ല. അപ്പം അതിൻ്റെ പകുതിയോ 15 സെൻറ്റിമീറ്ററോ 20 സെൻറ്റിമീറ്ററോ മതിയായിരിക്കും 1/2 സെൻറ്റിമീറ്റർ വീതി എടുക്കുമ്പോൾ. അതുപോലെ തന്നെയാണ് വലിയ സ്റ്റാർ ഉണ്ടാക്കുമ്പോഴും. ഞാൻ ചെറിയ സ്റ്റാർ ഉണ്ടാക്കുന്നതിൻ്റെയും വലിയ സ്റ്റാർ ഉണ്ടാക്കുന്നതിൻ്റെയും ഈ സ്റ്റാർ ഉണ്ടാക്കുന്നതിൻ്റെയും കൂടിയിട്ടുള്ള വീഡിയോ വേറെ ഇടാം. അപ്പോൾ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ഇനി നിങ്ങൾക്ക് വേറെ എന്തെങ്കിലും സജഷൻസും കാര്യങ്ങളും ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക കേട്ടോ. താങ്ക് യു.